എല്ലാവർക്കും നമസ്കാരം. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. നമ്മൾ ഡയറക്ഷണൽ ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി. ഡയറക്ഷണൽ എന്ന് പറയുന്നത് നമ്മളൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ കണ്ടെത്തി ആ ഡയറക്ഷനെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചേഴ്സോ ക്രൂഡ് ഓയിലിൻ്റെ ഓപ്ഷൻസോ ഒക്കെ ട്രേഡ് ചെയ്യുന്നവരോ, ഓപ്ഷൻ ബൈ ഒക്കെ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്കൊക്കെ അത് നിങ്ങളുടെ ട്രേഡ് എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് ഡയറക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ട്രെൻഡ് ഫൈൻഡിങ് ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ യൂസിങ്. എന്താണ്, ഫെബനോച്ചിയുടെ തന്നെ ബൊളിങ്ങർ ബാൻഡ് ഉണ്ട്. ബൊളിങ്ങർ ബാൻഡിൽ കപ്പിൾഡ് വിത്ത് ഫെബനോച്ചി ആയിട്ടുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ഫെബനോച്ചി ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ക്രൂഡ് ഓയിൽ ട്രേഡിംഗ് സ്ട്രാറ്റജി കണ്ടെത്താം, അല്ലെങ്കിൽ ട്രേഡിംഗ് ഡയറക്ഷൻ കണ്ടെത്താം. ആ ഡയറക്ഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ക്രൂഡ് ഓയിലോ ക്രൂഡ് ഓയിൽ മിനിയോ ഇല്ലെങ്കിൽ ഏത് ഇൻസ്ട്രുമെൻറ്റും നിങ്ങൾക്ക് ഇത് വെച്ച് സുലഭമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന ഇൻസ്ട്രുമെൻ്റ് തന്നെ നിങ്ങൾ അതിൽ ട്രേഡ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാം. പക്ഷേ എങ്ങനെ ഈ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്ത് പ്രോപ്പർലി നമുക്ക് എങ്ങനെ ഒരു ഡയറക്ഷൻ കണ്ടെത്താം, എവിടെ സപ്പോർട്ട്, എവിടെ റെസിസ്റ്റൻസ്, എവിടെ റിജക്റ്റ് ആകും, എവിടെ നിന്ന് ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്, പിന്നെ ഒരു ടാർഗറ്റ് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഏത് വരെ നമുക്കതിനെ എന്താ പറയുക ഡെഫിനിറ്റീവായിട്ടൊരു ടാർഗറ്റിലേക്ക് വരാൻ സാധ്യതയുണ്ട്, എവിടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് സെറ്റ് ചെയ്യണം, ഇത്തരം വിഷയങ്ങളാണ് നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്ററിലൂടെ നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് എല്ലാവർക്കും വീഡിയോയിലേക്ക് കിടക്കാം. കാരണം കൂടുതൽ ആമുഖത്തിൻ്റെ കാരണം റിക്വയർമെൻറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. സോ ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ പോയിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ടൂള് നമുക്ക് ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡ് എങ്ങനെ നമുക്ക് നമ്മുടെ ചാർട്ടിൽ ചാർട്ടിൽ എങ്ങനെ പ്ലോട്ട് ചെയ്യാം എന്നുള്ളത് ഫസ്റ്റ് നോക്കണം. പിന്നെ അതിന് വേണ്ടുന്ന ചെറിയ എന്താ പറയുക കറക്ഷൻസ് ഒക്കെ നമുക്ക് വരുത്താനുള്ള എങ്ങനെ വരുത്തണം, നമുക്കൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ചാർട്ട് ഫോർമാറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കണം. ദെൻ അതിനുശേഷം വാല്യൂസ് എങ്ങനെ നമുക്ക് എൻട്രി എക്സിറ്റ് പോയിൻറ്റ്സ് എവിടെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ പ്രൊവൈഡഡ് ഇത് നിങ്ങൾ പ്രൊഫഷ്യൻ്റായിട്ട് നിങ്ങൾ ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇൻഡിക്കേറ്റർ മതി. നിങ്ങൾക്ക് മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിനെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ, ഈവൻ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി, എനി കൈൻഡ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്, ഈക്വിറ്റീസ്, ഇതിൻ്റെയൊക്കെ സ്വിംഗ് വ്യൂസ്, ഇൻട്രാഡേയിലാണെങ്കിൽ അങ്ങനെ ലോവർ ടൈം ഫ്രെയിം വ്യൂസ്, ഹയർ ടൈം ഫ്രെയിം ഒക്കെ നിങ്ങൾക്ക് ഈ ഒരൊറ്റ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് മാസ്റ്റർ ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് എക്സ്പീരിയൻസ് ചെയ്യുക. വീണ്ടും 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 നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റായിട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മോർ എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ്സ് നമുക്ക് ഓരോ ആഴ്ചയിൽ നമ്മൾ 2-3 നല്ല നല്ല ടോപ്പിക്സ് നിങ്ങൾക്ക് വളരെ എന്താ പറയുക ഉപകാരപ്രദമായിട്ടുള്ള ടോപ്പിക്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആയിട്ടിരിക്കുക. ഞാനിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചേഴ്സാണ്. ക്രൂഡ് ഓയിലിൻ്റെ ഫ്യൂച്ചേഴ്സിലെ ഡെയിലി ചാർട്ടാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുക. ക്രൂഡ് ഓയിൽ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടാവും. നോക്കൂ, ക്രൂഡ് ഓയിൽ മെയ് ഫ്യൂച്ചേഴ്സ് വൺ ഡേയിൽ ഇവിടെ ഞാൻ പ്ലോട്ട് ചെയ്തിരിക്കുന്നത് ബൊളിങ്ങർ ബാൻഡ്, ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം, ഈ ഒരു മെത്തേഡിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്. വളരെ പ്രിസിഷൻ കൂടുതലാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത. അതാണ് നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക അതോറിറ്റേറ്റീവായിട്ട് നമുക്കൊരു ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമുക്ക് സാധ്യമാകുന്ന ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. ഇതെങ്ങനെ ഫസ്റ്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാമെന്നുള്ളത് നോക്കുക. ഇപ്പം നമ്മൾ എന്താ പറയുക ധനിൽ നിങ്ങൾ ഏത് ഇൻസ്ട്രുമെൻ്റ് ആണോ സെലക്ട്, ഇപ്പോൾ ഞാനിപ്പോൾ ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് എടുത്തു. ക്രൂഡ് ഓയിൽ ഫ്യൂച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നേന്ന് കാണിക്കാം. നിങ്ങൾക്ക് അപ്പോൾ കുറച്ചും കൂടി യൂസ്ഫുൾ ആകും. ഞാൻ ഇപ്പോൾ പ്ലെയിൻ ആണ് കേട്ടോ, നമ്മുടെ ചാർട്ടിൽ വേറെ ഒന്നുമില്ല. ചാർട്ടിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതൊന്നും ഞാൻ ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് അറിയാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോസ് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ചാർട്ട്സ് യൂസ് ചെയ്യുക. ചാർട്ടിൽ ഇവിടെ ഇൻഡിക്കേറ്റർ ടാബ് ഉണ്ടാവും. ഇൻഡിക്കേറ്റർ ടാബിൽ നമ്മൾ നേരെ നോക്കൂ, ബൊളിങ്ങർ ബാൻഡ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏറ്റവും താഴെ ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡ്സ് ഇവിടെ കാണാൻ കഴിയും കേട്ടോ. ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡ്സ് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡ് സെലക്ട് ചെയ്യുമ്പോൾ ഈ 3 വരും. സെൻട്രൽ ലൈന്, ഇത് അപ്പർ ബാൻഡ്, മിഡില്, ലോവർ ബാൻഡായിട്ട് കാണുന്നു. പക്ഷേ ഇത് ഫെബനോച്ചി ബേസിസിലാണ്. നമുക്ക് കുറച്ചും കൂടി അതോറിറ്റേറ്റീവായിട്ട് നമുക്കിതിനെ മാറ്റണം. അപ്പോൾ അതിനെന്താ വേണ്ടത്, നമുക്ക് സെറ്റിങ്സിൽ പോവാം. ഇതിൻ്റെ ഇവിടെ തന്നെ
തന്നെയാണ് FBB, ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡ്. FBB ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ മിഡിൽ ലൈൻ, ബൊളിങ്ങർ മിഡിൽ ലൈൻ എപ്പോഴും നമുക്ക് ആവശ്യമാണ്. മിഡിൽ ലൈൻ കിടക്കട്ടെ. അതിനോടൊപ്പം ഫെബനോച്ചി റീട്രേസ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണാണ് 0.5, ഫെബനോച്ചി ലെവൽ 0.5 എന്ന് പറയുന്നത്. 618 ഇമ്പോർട്ടൻ്റ് ആണ്, 3.82 ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും വേണ്ട. നമുക്ക് അപ്പർ ബാൻഡ് ലോവർ ബാൻഡ് ഉണ്ട്. 1 ഫെബനോച്ചി 1 to 0 വരുന്ന അപ്സൈഡ് 1 ഡൗൺ സൈഡ് 1 എന്ന് പറയുന്ന ലെവലുണ്ട്. ദെൻ മിഡിൽ ലൈൻ, അപ്പോൾ അതിനെയാണ് നമുക്ക് ബൊളിങ്ങർ മിഡിൽ ലൈനായിട്ട് നമുക്ക് പ്ലോട്ട് ലൈൻ എന്ന് കാണും. അതങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുക. ദെൻ 0.5 നമ്മൾ എന്ത് ചെയ്യുക? 0.5 നമുക്ക് ഇവിടെ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ പോയിൻ്റ് നമുക്ക് 1 വേണം. ദെൻ പോയിൻ്റ് വേറെ ഒന്നും വേണ്ട. അതായത് നോക്കൂ, പ്ലോട്ട് ലൈൻ കൊടുത്തു. ദെൻ 0.5 അത് നമുക്ക് എന്ത് ചെയ്യുക? വേണം. കളർ മാത്രം നമുക്ക് ബ്ലാക്ക് ആക്കി കൊടുക്കുക. കുറച്ച് തിക്നെസ് കൂട്ടിക്കുക, ഒരൊറ്റ ലെവൽ തിക്നെസ് കൂട്ടുക. നെക്സ്റ്റ് ദെൻ 1 ഓൾറെഡി റെഡ് കളർ ഉണ്ട്. ദെൻ ബിലോ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെബനോച്ചിയുടെ 2 ലെവൽസാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. 0 to 1 ഓൺ ദി അപ്പർ സൈഡ് ആൻഡ് 0 to 1 ഓൺ ദി ഡൗൺ സൈഡ് എന്നുള്ളതാണ് ഈ ഒരു ടൂളിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് മിഡിൽ, അപ്പോൾ ഇവിടെ 0 എന്ന് പറഞ്ഞാൽ മിഡിൽ ലൈൻ. ഇതിന് അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ ദിസ് 1 ഈസ് നമ്മൾ എടുക്കുന്നു. വീണ്ടും ഈ ഒരു 0.5 നമ്മൾ വീണ്ടും അതേ ബ്ലാക്ക് കളറിൽ കൊടുക്കുക, തിക്നെസ് കൂട്ടുക, ദെൻ ഓക്കെ ആക്കുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നിങ്ങൾ നേരത്തെ ആദ്യം കണ്ട അതേ ഇത് തന്നെ ഇവിടെ ഇപ്പോൾ വീണ്ടും വന്നു കേട്ടോ. സോ ഇതാണ് ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡിൻ്റെ FBB ഫെബനോച്ചി ബൊളിങ്ങർ ബാൻഡിൻ്റെ നമ്മുടെ സെറ്റിങ്സ് പൂർത്തിയായി. ഇനി നമ്മൾ എങ്ങനെ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് പ്രൈസിൻ്റെ ഡയറക്ഷൻ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. സോ ഇവിടെ നോക്കൂ, ഇവിടെ ഈ ഫെബനോച്ചി പ്ലോട്ട് ലൈൻ അല്ലെങ്കിൽ ഈ ബൊളിങ്ങർ ബാൻഡിൻ്റെ മിഡിൽ ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് നോക്കൂ. ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്, ഈ ലൈൻ ബോട്ടത്തിൽ നിന്നും ഇത് 0.5 ഓൺ ദ ഡൗൺ സൈഡ് ആൻഡ് 0.5 ഓൺ ദി അപ്പ് സൈഡ് ആണ്. ഫെബനോച്ചിയുടെ 0.5 ലെവൽസ് ആണ് ഈ ലെവൽ എന്ന് പറയുന്നത്. അതും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അപ്പർ ബാൻഡ് ബൊളിങ്ങറിലും ഫെബനോച്ചി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഫെബനോച്ചിയുടെ ഡൗൺ സൈഡ് സപ്പോർട്ട് സോണ്, അപ്പ് സൈഡ് റെസിസ്റ്റൻസ് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. സോ അപ്പോൾ ഈ ഒരു മിഡിൽ ലൈനിൽ നിന്നും പ്രൈസ് ക്രോസ് ഓവർ ചെയ്ത് ഈ ഒരു ക്രോസിങ് ചെയ്ത് നമ്മൾ ഈ ഒരു സോൺ എന്ന് പറയുന്നത് നോൺ ട്രേഡബിൾ സോണായിട്ട് കൺസിഡർ ചെയ്യുക. കാരണം ഫെബനോച്ചി ലെവൽ വെച്ചിട്ട് എന്താ പറയുക, ആ സോണിൽ നിന്ന് ബൊളിങ്ങർ ലെവലും ഇത് കൺസോളിഡേഷൻ സോണാണ്. ഇവിടെ നിന്നൊരു ബ്രേക്ക് ഔട്ട് ടുവേർഡ്സ് അപ്സൈഡർ നോക്കൂ. ഈ ഒരു ലൈനിന് മുകളിൽ, ഈ മുകളിലത്തെ 1 എന്ന് പറയുന്ന ലൈനിന് മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ട്രേഡിലേക്ക് പോകാം. ആ ട്രേഡ് അപ് ടു ഏത് റേഞ്ച് വരെ വരാം? ഈ ഒരു സോ ഇവിടെ നിന്ന് ലോ പോയിട്ട് തിരിച്ച് വീണ്ടും ഈ ഒരു മാക്സിമം ഹൈയിൽ പോയിട്ട് ലോ വന്നിട്ട് തിരിച്ച് വീണ്ടും അതേ ട്രെൻഡ് കണ്ടോ, അപ്സൈഡ് ട്രെൻഡിലേക്ക് വരുന്നു. അതേമാതിരി ബാൻഡാണിത്, ബാൻഡ് വികസിച്ചു തുടങ്ങിയിട്ടുണ്ട്. സോ ബാൻഡ് വികസിക്കുന്നതിനോടൊപ്പം തന്നെ മുകളിലേക്ക് ട്രാവൽ ചെയ്യാണ് അല്ലേ, പ്രൈസ് മുകളിലേക്ക് തന്നെ ട്രാവൽ ചെയ്യാണ്. ട്രാവൽ ചെയ്തിട്ട് ടുവേർഡ്സ് ഹൈയിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ലെവൽ ഇവിടെ വന്ന് നോക്കൂ, ഇവിടെ വന്ന് സസ്റ്റെയിൻ ചെയ്തില്ല, വീണ്ടും തിരിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാം, വീണ്ടും തിരിച്ച് താഴ്പോട്ടേക്ക്. എപ്പോഴാണോ 100% ഈ ഒരു ലൈൻ ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് വരെ നമുക്ക് ഈ ഒരു ട്രെൻഡിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ദിസ് ഈസ് ഫോർ ഡെയിലി ആകുമ്പോൾ നമുക്ക് സ്വിംഗ് വ്യൂവിലേക്ക് വരാം. അതേമാതിരി ഇപ്പോൾ ഇവിടെ തിരിച്ച് താഴ്പോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ശക്തമായിട്ട് താഴ്പോട്ടേക്ക് വരികയാണെങ്കിൽ ഇതിന് താഴെ 100% ഇതുവരെ നമുക്ക് ടാർഗറ്റും അവൈലബിൾ ആണ്. ദെൻ ഇവിടെ നിന്നൊരു ബൗൺസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൻ്റെ മുകളിൽ നിങ്ങൾ ട്രേഡിലേക്ക് പോവാം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ അപ്പർ ലെവൽ വരെ നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ടാകും. ഇത് ഡെയിലി ക്യാൻഡിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് തോന്നും ഇതെന്താ ചെറിയ പോയിൻറ്റ്സേ ഉള്ളൂ. അങ്ങനെയല്ല, ഇത് ഹ്യൂജ് പോയിൻറ്റ്സ് തന്നെയാണ്. ഇത് ബിക്കോസ് ഓഫ് ഈ ഡെയിലി ക്യാൻഡിൽ നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിലേക്ക് മാറ്റി നോക്കൂ. നിങ്ങൾ 5 മിനിറ്റ്സ് ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇതറിയാൻ പറ്റും. നോക്കൂ, ഇവിടെയാണ് അതിൻ്റെ ആ ഒരു മെയിൻ ഇത് വരുന്നത്. നോക്കൂ, 5 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കൂ, സെൻട്രലിലെ മിഡിൽ ബാൻഡിന് മുകളിൽ ഈ ഒരു സോണിൽ ഒരിക്കലും നിങ്ങൾ ട്രേഡിലേക്ക് പോകരുത്. കാരണം ഈ ഒരു സോൺ നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ്, പ്രീവിയസ് കൺസോൾട്ടേഷൻ ഫേസിൽ ആ ഏരിയയ്ക്കുള്ളിലാണ് ഇത് നിൽക്കുന്നത്. ഇതിനുള്ളിൽ നിങ്ങൾ
എസ്പെഷ്യലി ഓപ്ഷൻസ്, ഇത് എല്ലാ ഇൻസ്ട്രുമെൻസിനും യൂസ് ചെയ്യാവുന്ന ടൂളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നിങ്ങൾ ട്രേഡ് എൻട്രി ടുവേർഡ്സ് അപ്സൈഡ് ബുള്ളിഷ് ട്രേഡാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് എനി ഫോർമാറ്റോ ആയിക്കോട്ടെ, ഓപ്ഷൻസ് വൈസ് ആയിക്കോട്ടെ, ഫ്യൂച്ചേഴ്സ് ആയിക്കോട്ടെ, ഇക്വിറ്റി ആയിക്കോട്ടെ, എനി കൈൻഡ് വെദർ യു ആർ ബുള്ളിഷ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്ട്രുമെൻറ്റ്, ബുള്ളിഷ് ആണ് അല്ലെങ്കിൽ മുകളിലേക്ക് പോകുമെന്നുള്ള ഒരു ധാരണയിലാണ് നിങ്ങൾ ട്രേഡിൽ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടുന്നത്, 0.5 എന്നുള്ള അപ്സൈഡ് 0.5 എന്നുള്ള ഈ ഒരു ബ്ലാക്ക് ലൈൻ എന്താ ചെയ്യുക, അതിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ വെയിറ്റ് ചെയ്താൽ ദെൻ അത് പിന്നെ നോക്കൂ ആ ഒരു ട്രെൻഡ് ഫോർമേഷൻ. അതിനോടൊപ്പം തന്നെ ആ ലൈൻസും ഈ എല്ലാ ലൈൻസും മിഡിൽ ലൈന്, 0.5 അപ്പർ ലൈന് ആൻഡ് ടോപ്പ് ലൈന് ഇതെല്ലാം മുകളിലേക്ക് ഒരു സ്ലോപ്പും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ദാറ്റ് ഈസ് എ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ. നോക്കൂ, ആ ട്രെൻഡ് കറക്റ്റായിട്ട് കണ്ടിന്യൂ ചെയ്ത് അപ് ടു ദിസ് ലെവൽ വരെ വരുന്നു. ഇനി സപ്പോസ് എപ്പോഴൊക്കെ ഇതിൻ്റെ അപ്പർ ലൈൻ ടച്ച് ചെയ്യുന്നുവോ അവിടെ തീർച്ചയായിട്ടും അവിടെ നിന്നൊരു റിജക്ഷൻ ഉണ്ടാവാം. ബട്ട് ദാറ്റ് റിജക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ്, അത് പൂർണ്ണമായിട്ട് താഴ്പോട്ടേക്ക് ഇടിഞ്ഞ് വീഴാൻ പോകുന്ന റിജക്ഷൻ അല്ല. അവിടെ നിന്ന് ഇതൊരു നമുക്കൊരു സംടൈംസ് ഹെവി ബുള്ളിഷിലേക്കൊക്കെ എത്ര ബുള്ളിഷിലേക്ക് പോയാലും ഈ ലൈൻ ക്രോസ് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോയെന്ന് വരാം. പക്ഷെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഒരു തിരിച്ചൊരു കറക്ഷന് സാധ്യതയുണ്ടാകും. പ്രീവിയസ്ലി നോക്കൂ, ഇവിടെ തന്നെ നോക്കൂ, ഇവിടെ ഈ ഒരു അപ്പർ ലൈൻ ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ചാടി വീണങ്ങ് ക്ലോസ് ഒന്നും ചെയ്യേണ്ട. പകരം നിങ്ങൾ സ്റ്റഡി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് തന്നെ പ്രൈസ് തിരിച്ച് വീണ്ടും ഈ ഒരു 0.5 റേഞ്ചിലേക്ക് വരാൻ നോക്കും. അതേമാതിരി 0.5 ബ്രേക്ക് ചെയ്ത് താഴ്പോട്ടേക്ക് വന്നാലും ഇമ്മീഡിയറ്റ്ലി ഒരു റീട്രേസ്മെൻറ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. താഴ്പോട്ടേക്ക് വന്നാൽ ഉടനെ ട്രേഡിലേക്ക് പോരുത്. റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് വീണ്ടും അത് സ്ലോലി താഴ്പോട്ടേക്ക് വന്ന് തീർച്ചയായിട്ടും 0.5 ലൈൻ വരെ നമുക്ക് ടാർഗറ്റിന് സാധ്യതയുണ്ട്. 5 മിനിറ്റ്സ് അല്ലേ, അപ്പോൾ ഇതൊക്കെ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നടക്കുന്ന കാര്യങ്ങളായിരിക്കും. മെല്ലെ നമുക്ക് മുന്നോട്ടും പിന്നോട്ടും പോവാം. അതേമാതിരി ഇപ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ, ഞാൻ പറഞ്ഞു 0.5നെ ബ്രേക്ക് ചെയ്ത് താഴ്പോട്ടേക്കിന് ബിയറിഷ് വ്യൂ ആണെങ്കിൽ എന്താ സംഭവിക്കുക, 0.5 ലൈനായിട്ടുള്ള ബ്ലാക്ക് ലൈനിനെ ഒരിക്കലും അത് ക്രോസ് ചെയ്താൽ ആ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ട്രേഡിലേക്ക് പോകരുത്. ഇറ്റ് ഈസ് ആൻ അലാറം മാത്രമാണ്, നമുക്കൊരു അലേർട്ട് തരികയാണ്. ഓക്കെ, പ്രൈസ് ബിയറിഷ് ആകാൻ സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ള അലേർട്ടാണ് ഈ ഒരു പോയിന്റ്, ഈ ഒരു ഏരിയ. അതിനുശേഷം എന്ത് ചെയ്യണം, വി ഹാവ് ടു വെയിറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു റീട്രേസ്മെൻറ്റ് തിരിച്ച് മുന്നോട്ട് വീണ്ടും മുകളിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് ശക്തമായ ഒരു റിവേഴ്സൽ വരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ലൈനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റായിട്ട് ഈ ഒരു ഏരിയയാണ് നമുക്ക് എൻട്രി ഏരിയ. ഇവിടെ നിന്ന് നിങ്ങൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര റേഞ്ച് നോക്കൂ, ഇവിടെ നിന്ന് എടുത്താൽ അടുത്ത് ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ, ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് കറക്റ്റായിട്ട് വീണ്ടും അടുത്ത് 0.5 ബോട്ടം സൈഡ് ഏതാണ്ട് ഇത്രയും ലെവൽ വരെ നമുക്ക് കൂളായിട്ട് നമുക്ക് ട്രേഡിലേക്ക് നമുക്ക് വരാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഷോർട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻട്രാഡേയിലൊക്കെ ട്രേഡ് ചെയ്യാൻ, അത് നിഫ്റ്റിയിലൊക്കെ നല്ല സൂപ്പർബായിട്ട് ഇത് വർക്കാകും. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. സോ ഞാനിപ്പോൾ ക്രൂഡ് ഓയിൽ കാണിക്കാൻ കാരണം ക്രൂഡ് ഓയിൽ ഇസ് ഹൈലി വോളറ്റൈൽ നൗ ഡേയ്സ്. സോ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധ്യത ക്രൂഡ് ഓയിൽസിനുണ്ട്. അതിൽ ഓപ്ഷൻസിൽ തന്നെ നല്ല പ്രോഫിറ്റബിലിറ്റിയിലുണ്ട്. നിങ്ങളെല്ലാവരും കമ്മോഡിറ്റി ട്രേഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമ്മോഡിറ്റീസിലേക്ക് വരാൻ ശ്രമിക്കണം കേട്ടോ. കാരണം അത്രമാത്രം അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ബിക്കോസ് പ്രോഫിറ്റബിലിറ്റി കൂടുതലാണ് ഇപ്പോൾ കമ്മോഡിറ്റി ട്രേഡിങ്ങിലൊക്കെ. സോ ദാറ്റ്സ് എ റീസൺ ഐ എം സെയിങ്. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോ ഇത് സ്വിംഗ് വ്യൂവിനേക്കാളും ഇൻട്രാഡേ അല്ലെങ്കിൽ ഒരു 1-2 ദിവസത്തെ ഹോൾഡിംഗ് അല്ലെങ്കിൽ 1 വീക്ക് പീരീഡിലെ ഹോൾഡിങ്ങിനൊക്കെ 1 അവർ ഈവൻ 2 hours ടൈം ഫ്രെയിമിലൊക്കെ ഇറ്റ് ഈസ് വർക്ക് ഫെൻറ്റാസ്റ്റിക്കലി. ദർ ഇസ് നോ ഡൗട്ട് ഇൻ ദാറ്റ് വൺ. അത് പ്രത്യേകിച്ച് 3 മിനിറ്റ്സ് 5 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലൊക്കെ ഇത് സൂപ്പർബായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഗ്യാരൻറ്റീഡായിട്ട് ഒരു നല്ലൊരു ശതമാനം, ഒരിക്കലും ഗ്യാരൻറ്റി ഞാൻ പറയില്ല, ഒരു നല്ലൊരു ശതമാനം നമുക്ക് റിലേ ചെയ്യാവുന്ന ഒരു ടൂളാണ് ഫിബൊനാച്ചി ടൂൾ. സപ്പോസ് ഇന്നിപ്പോൾ നിങ്ങളിത് ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണെന്ന് വെച്ചോളൂ. ഇപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ക്രൂഡ് ഓയിലിൻ്റെ തന്നെ നമുക്ക് ഓപ്ഷൻ നോക്കാം. ക്രൂഡ് 9500
നോക്കൂ 9500 ക്രൂഡ് ഓയിൽ ഓപ്ഷൻ കണ്ടോ, ക്രൂഡ് ഓയിൽ ഓപ്ഷൻ. ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഓൾവേസ് ഇങ്ങനെ വരത്തുള്ളൂ, കാരണം പ്രീമിയം ചാർട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഓപ്ഷൻ ചാർട്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രീമിയം അത് കാണുമ്പോൾ ഇങ്ങനെ കാണും. എന്നാൽ പോലും നോക്കൂ, ഇതിൻ്റെ പ്രത്യേകത നോക്കൂ, പോയിന്റ് ഈ സെൻട്രൽ ലൈൻ ബ്രേക്ക് ചെയ്തു. ഇത് ഒരു നോൺ ട്രേഡബിൾ സോണാണ്. ഇതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിലേക്ക് എൻ്റർ ആയാൽ അത് മെല്ലെ ഇവിടെ നിന്ന് നോക്കൂ, ഏതാണ്ട് ഈ ഞാൻ പറഞ്ഞു കണ്ടോ, ഇതിന് മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അതിന് താഴെ വരുന്നതിന് മുന്നേ തന്നെ അങ്ങ് എക്സിറ്റ് ചെയ്യുക. അത് മാക്സിമത്തിലേക്ക് എത്തുക, എക്സിറ്റ് ചെയ്യുക. ഏതാണ്ട് എത്ര %? 106%, 618 പോയിൻറ്റ്സ് നമുക്ക് 5 മിനിറ്റ്സ് ചാർട്ടിൽ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഏതാണ്ട് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇത്രയും %, നമ്മുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൻ്റെ ഡബിളിലേക്ക് ഇത് പോയി 106%ലേക്ക് നമുക്ക് ഇവിടെ ഇതിന് മുകളിലേക്ക് പോകും. അതേമാതിരി താഴ്പോട്ടേക്ക് വരുമ്പോൾ ഇതൊരു ക്രൂഷ്യൽ ലൈനാണ്. നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താണ്, ഡൗൺ വരുമ്പോൾ ചാടി ഇറങ്ങി നമ്മൾ എന്താ പറയുക ഉടനെ പൊട്ടിലേക്കൊന്നും പോകാൻ നിൽക്കരുത്. പകരം എന്താ ചെയ്യുക, നമ്മൾ ഈ ഒരു ഇവിടെ നിന്ന് ഒരു ലോ വന്നു, ദെൻ അഗെയിൻ അത് ഫ്ലാറ്റായിട്ട് പോയി. ഇവിടുത്തെ ഈ ഫ്ലാറ്റൊക്കെ ഇത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കാണുന്നത്? അത് ഓപ്ഷൻ പ്രീമിയം ചാർട്ട് ആയതുകൊണ്ടാണ്. പക്ഷേ ഇതേ തന്നെ നമ്മൾ ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ 5 മിനിറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇത് താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും മുകളിലേക്ക് ഇതിൽ ടച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കും നമുക്ക് പ്രൈസിന് ക്യാൻഡിൽസ് കാണാൻ കഴിയുക. അതിനുശേഷം റീട്രേസ്മെൻറ്റ് വരുന്നതിനിടയിലുള്ള ഗ്യാപ്പ് പ്രൈസിൽ വേരിയേഷൻസ് വരാൻ സാധ്യത കുറവായിരിക്കും. സോ അത്തരം വേരിയേഷൻസ് കുറയുന്ന അല്ലെങ്കിൽ ലിക്വിഡിറ്റി കുറയുന്ന സാഹചര്യം വളരെ കാരണം ഒരു ഓപ്ഷൻ സ്ട്രൈക്കിനെ സംബന്ധിച്ചിടത്തോളം അതിലേക്ക് മാത്രമായിട്ട് പർട്ടിക്കുലറായിട്ട് പെട്ടെന്നുള്ള ചേഞ്ചസ് ഒന്നും വരത്തില്ല. നിഫ്റ്റി പോലുള്ള അത്രമാത്രം ട്രേഡ്സ് ഒന്നും നടക്കത്തില്ല. സോ ദാറ്റ് ഈസ് ദ റീസൺ അവിടെ എന്താ പറയുക, ലിക്വിഡിറ്റി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ ലൈൻ വൈസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ലോയിൽ വന്നാൽ ഉടനെ ട്രേഡിലേക്ക് പോകാൻ പാടില്ല. ദെൻ അഗെയിൻ ഒരു റീട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ദെൻ കമ്മിങ് ഡൗൺ എന്ന് പറയുന്ന സിനാരിയോ വരുമ്പോൾ ഇവിടെ എൻട്രി എടുത്താൽ നോക്കൂ, ഇവിടെ മുതൽ നിങ്ങൾക്ക് ഈ ഒരു ലെവൽ വരെ നിങ്ങൾക്ക് വീണ്ടും അറൗണ്ട് 28-30% നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റഡ് ക്യാപിറ്റലിൽ നിന്ന് റിട്ടേൺ കിട്ടും. അതേമാതിരി ഇതേ ബേസിസിൽ നിങ്ങൾക്ക് വേറെ ഇനി പ്രത്യേകിച്ച് നിങ്ങൾ എന്താ പറയുക റിസ്ക് റിവാർഡ് റേഷ്യോസ് ഒന്നും സെറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇതിന് മുകളിൽ ഇതിന് 5 പോയിന്റ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. മിഡിൽ ലൈന്, സെൻട്രൽ ലൈൻ, അത് ഫോർ അപ്പ് സൈഡ്. ഡൗൺ സൈഡിനും അതേമാതിരി മിഡിൽ ലൈൻ, സെൻട്രൽ ലൈൻ ആൻഡ് ഔട്ടർ ലൈൻ, ഇത് മൂന്നും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡേഴ്സാണ്. അപ്പോൾ ഇതിനെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രം മതി. നമ്മുടെ കാശാണ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റ്ലീസ്റ്റ് ചാർട്ട് നിങ്ങൾ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ജോലിയാണ്. നമ്മുടെ കാശ് ഉണ്ടാക്കുന്നത് അല്ലാണ്ട് അതും ആരെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ അതൊന്നും നടക്കത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് എന്താ പറയുക, ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ടാർഗറ്റാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എന്താ സംഭവിച്ചു നോക്കൂ, സഡനായിട്ട് റീബൗണ്ട് ചെയ്തു. പക്ഷേ റീബൗണ്ട് ചെയ്തെങ്കിലും വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം അത് വീണ്ടും താഴ്പോട്ടേക്ക് വന്നു, വീണ്ടും കൃത്യമായിട്ടും ഈ പറയുന്ന പോയിന്റിൽ വന്നു. കണ്ടോ, 0.5 to 0.5, ഈ അപ്പർ 0.5, ലോവർ 0.5, ഇത് രണ്ടും ഒരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. ഇനി ഈ മിഡിൽ ബാൻഡിൻ്റെ എന്താ പറയുക നാരോ റേഞ്ച് ആണെങ്കിൽ അവിടെയാണ് അടുത്ത പോയിന്റ്. നാരോ റേഞ്ചിൽ സഞ്ചരിക്കുന്ന ഒരു ഇതാണെങ്കിൽ ഉറപ്പായിട്ടും അത് എക്സ്പാൻഡ് ആയിക്കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ അത് റീട്രേസ് ചെയ്യും, മുകളിൽ പോവും, താഴെ വരും. പക്ഷെ അത് 0.5 താഴെ പോകത്തില്ല എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ഇവിടെ കാണുന്നത്. കണ്ടോ, ഇവിടെ നിന്ന് എൻട്രി എടുത്ത് മുകളിലേക്ക് ലൈൻസ് മുകളിലേക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ 0.5 വരെ വരും, വീണ്ടും മുകളിലേക്ക് പോകും, വീണ്ടും 0.5 റേഞ്ചിലേക്ക് വരും, വീണ്ടും മുകളിലേക്ക് പോകും. അങ്ങനെ അപ്പർ ലൈൻ ടച്ച് ചെയ്ത് ക്രോസ് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഗ്യാരൻറ്റീഡ് ആയിട്ട് പോകാൻ സാധിക്കും. ഒരു മോസ്റ്റ് പ്രോബബ്ലി അങ്ങനെ സാധിക്കും. സോ അതുകൊണ്ടാണ് ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് പറയുന്നത്. എത്ര തന്നെയാണെങ്കിലും വീഡിയോ നിങ്ങൾ നല്ലപോലെ എന്താ പറയുക കണ്ടതിന് ശേഷം നിങ്ങൾ സിമ്പിൾ ഇതൊക്കെ ആർക്കും കാശ് കൊടുക്കാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ദൻ ഓപ്പൺ ചെയ്യുക. ദന്നിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ദന്നിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏത് ഇൻസ്ട്രുമെൻറ്റ് വേണമെങ്കിലും വർക്കാം. ഇപ്പോൾ ക്രൂഡ് ഓയിൽ മാത്രമല്ല, നമുക്ക് ഇപ്പോൾ നിഫ്റ്റി എടുക്കാം. സപ്പോസ് നിങ്ങൾക്ക് ഇപ്പോൾ നിഫ്റ്റി, ഞാൻ ഈ പറയുന്ന ഏത് ഇൻസ്ട്രുമെൻ്റ് എന്ന് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ ജസ്റ്റ് വി വിൽ ട്രൈ ഫോർ നിഫ്റ്റിയിൽ എങ്ങനെ വർക്കാവും നോക്കാം. സം ഇഷ്യൂ ഷോയിങ് ഇൻഡെക്സിന് ഇത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് നമുക്കിപ്പോൾ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് നോക്കാം. യെസ്,
നിഫ്റ്റി സ്പോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഫ്യൂച്ചേഴ്സ് മതി നമുക്ക്. ഇതിൽ നിന്നും ഇതിനെ ബേസിസിൽ നമുക്ക് കോളോ പുട്ടോ എന്നുള്ളത് നോക്കി ചെയ്താൽ മതിയല്ലോ. ഫ്യൂച്ചേഴ്സ് കുറച്ചും കൂടി നമുക്ക് വാലിഡ് ആണ്. സോ ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ എന്താ, അതും എന്താ നോക്കൂ എങ്ങനെയാണ് കൃത്യമായിട്ടും മിഡിൽ ക്രോസ് ചെയ്ത് മുകളിലേക്ക് വന്നു. ഇതിന് ഒരു നല്ല സേഫ് ട്രേഡർ ആണെങ്കിൽ ഇതിന് മുകളിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ട്രേഡ് എടുക്കും. തിരിച്ച് അയാൾക്ക് ഈ ഒരു കൺഫർമേഷൻ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ അയാൾ എൻട്രിയിൽ നിന്ന് എക്സിറ്റ് ആകും. അതേമാതിരി ലോ ക്രോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ലോ ദെൻ എ റീട്രേസ്മെൻറ്റ് ദെൻ ഇറ്റ് കംസ് ഡൗൺ. ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ ഈ ഒരു ഏരിയയിൽ നിന്നും എൻട്രി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ടാർഗറ്റിൽ ഇവിടെ വരെ വന്നു, അടുത്ത അടുത്ത ലോയിലേക്ക് വന്നു, ലോയിൽ നിന്ന് വീണ്ടും ലോയിലേക്ക് വന്നു, പിന്നെ തിരിച്ച് ഇതിനെ ക്രോസ് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ഇതിനെ ബ്രേക്കൗട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എൻട്രിയിലേക്ക് പോകരുത്. റീട്രേസ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് ഏത് നിമിഷം വേണമെങ്കിലും താഴ്പോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. സോ ആ റീട്രേസ്മെൻറ്റ് പൂർണ്ണമായിട്ട് വീണ്ടും രണ്ടാമത് ടച്ച് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോവുകയാണെങ്കിൽ ട്രേഡിലേക്ക് പോവുക. ഉദാഹരണം ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഹൈ പോയി, ഇതിന് താഴെ വന്നു, ബ്രേക്ക് ചെയ്തു, റീട്രേസ്മെൻറ്റ് ചെയ്തു, വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി, വീണ്ടും റീട്രേസ്മെൻറ്റ്, വീണ്ടും ദെൻ ഈ ഒരു ഹൈക്ക് മുകളിലേക്ക് വന്നാൽ എപ്പോഴാണോ ഈ ഒരു ഹൈക്ക് മുകളിലേക്ക് പോവുക, അതിനുശേഷം നോക്കൂ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയാൽ പിന്നെ ഏതാണ്ട് ഈ ഒരു റേഞ്ച് വരെ 0.82% മുകളിലേക്ക്. അതും മാത്രമല്ല പിന്നെയും പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 minutes ടൈം ഫ്രെയിമിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് അപ് ടു ഈ ഒരു റേഞ്ച് വരെ ഇത് നോക്കൂ, ഈ ഒരു റേഞ്ച് വരെ ഇത് എന്താ പറയുക ഇവിടെ നിന്ന് ഇവിടെ വരുമ്പോഴേക്ക് മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇൻട്രാഡേയിലും ട്രേഡ് നോക്കാം. സോ താഴത്തെ ഈ ഒരു റേഞ്ച് നോക്കൂ, ഇവിടുത്തെ ഈ ബോട്ടം എപ്പോഴൊക്കെ ഈ പ്രൈസസ് ഈ ഒരു ബോട്ടം ഇതാണ് കീ ഇമ്പോർട്ടൻറ്റ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്തു, ദെൻ അഗെയിൻ ഇത് പോയി, ഇതിപ്പോൾ താഴ്പോട്ടേക്കാണ്, ലൈൻ താഴ്പോട്ടേക്കാണെങ്കിൽ നമ്മുടെ ട്രെൻഡും ഡൗൺ സൈഡിലേക്ക് തന്നെയായിരിക്കും, യാതൊരു സംശയം വേണ്ട. ഇവിടെ ട്രെൻഡ് അപ്പ് സൈഡിലേക്ക് കയറി തുടങ്ങി, പക്ഷേ അത് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. ഇതൊരു നോൺ ട്രേഡബിൾ സോൺ. ഇവിടെ ഒരു ഹൈ വന്നു, ലോ വന്നു, ദെൻ അഗെയിൻ ഹൈ, ദെൻ അഗെയിൻ ലോ, ദെൻ അഗെയിൻ ഹൈ. ഇനി ഇത് ബ്രേക്ക് ആണെങ്കിൽ നിങ്ങൾ 100% ഉറപ്പിക്കാം പ്രൈസ് ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്ത് മുകളിലേക്ക് ബൗൺസ് ചെയ്ത് മുകളിലേക്ക് പോകാം. ഇവിടെ നിന്ന് റിജക്ഷൻ വീണ്ടും വരികയാണെങ്കിൽ ശക്തമായിട്ട് ഇതിനുള്ളിൽ നമുക്ക് നോൺ ട്രേഡബിൾ സോണായിട്ട് കൺസിഡർ ചെയ്തിട്ട് ഇതിന് താഴ്പോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ട്രേഡിലേക്ക് പോകാം. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ക്രൂഡ് ഓയിലിന് മാത്രമല്ല നിങ്ങൾക്ക് നിഫ്റ്റിനെ പറ്റിയിട്ടും ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. കൂടുതലായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്നും എന്താ പറയുക കറക്റ്റായിട്ടുള്ള എൻട്രി എക്സിറ്റുകൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഒരു 1 week ഇതേ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് ഇൻ റിയൽ മാർക്കറ്റ്. ഓക്കെ, താങ്ക് യു. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.